ദേവസപാതലോരാകിലമാകുവാൻ ആഗമയുഗമേ സ്വാഗതം സ്വാഗതം. ഷഡ്ജം മധ്യമം എന്തോന്നാടി? കുത്തി കുത്തി. അത് വല്ല മൂട്ടയായിരിക്കും. മൂട്ടയല്ല, ഞാൻ ഒരു സ്വപ്നം കണ്ട് നിങ്ങളെ ആരോ കത്തി വെച്ച് കുത്തുന്നതായിട്ട്. സ്വപ്നത്തിൽ എന്നെ കുത്തിയ ആളിന്റെ മുഖം വ്യക്തമായില്ലേ? ആയില്ല. ആവൂല, കാരണം നീ ആയിരിക്കും എന്നെ കുത്തിയത്. താണ്ട വേണ്ടാതിനെ പറയല്ലേ. പിറകിന്നാണ് എനിക്ക് കുത്തേറ്റത്. അപ്പൊ 100% കൺഫേം നീ തന്നെ. രാവിലെ കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണ് പറയണ. പിന്നെ അങ്ങനെ വലിക്കുമായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള ഞാൻ ഇപ്പൊ സണ്ണി ലിയോന്റെ കൂടെ ഉദ്ഘാടനത്തിന് നിന്നേനെ. ഏതായാലും അമ്പലത്തിൽ പോയി നിങ്ങൾക്കൊരു ശത്രു സംഹാര പൂജ ചെയ്യണം. ഇപ്രാവശ്യം പൂജയിൽ ഒതുക്കിയല്ല, അല്ലെങ്കിൽ ശൂലം കുത്തിക്കേറ്റി എന്നെ കാവടി എടുക്കാൻ അവള് നേർന്നേന. പൂജ മാത്രം പോരാ, നിങ്ങൾ കാവടി എടുക്കണം. കോളം തികച്ചവള്. എടി ജലജെ, എനിക്ക് ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടായിട്ടില്ല ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്താ മോളെ? ഒന്നുമില്ല അങ്കിൾ, ഞാൻ കോളേജിൽ പോകാൻ പോവുകയാണെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. നല്ല കാര്യം. ലക്ഷ്മിക്കുട്ടി. അച്ഛാ അമ്മ, നമ്മളും കോളേജിൽ പോകുന്നു. നീ ഏത് കോളേജിൽ പോണി? എന്തിനു പോണ്? സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ട്. സപ്ലി എഴുതിയെടുക്കാതെ ഏത് സർട്ടിഫിക്കറ്റാടാ? അത് 3 വർഷത്തെ കോഴ്സ് 6 വർഷം പഠിച്ചതിനുള്ള അംഗീകൃത സർട്ടിഫിക്കറ്റ്. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ലക്ഷ്മിക്കുട്ടി വരുന്നില്ലേ? വരുന്നു. ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കാൻ വിട്ട് നീ ഏത് കോളേജിൽ പഠിക്കണ? അത് അങ്ങ് ദൂരമുള്ള ഒരു കോളേജാണ്, ആന്റിക്ക് അറിയാൻ വഴിയില്ല. വെരി വെരി കറക്റ്റ്. കോളേജിൽ പോയിട്ട് സ്കൂളിന്റെ പടിവാതിക്കൽ പോലും പോവാത്ത ഇവക്ക് എങ്ങനെ അറിയാ? നീ എന്റെ കൂടെ പറ ഏത് കോളേജിൽ പഠിക്കണെന്ന്. എനിക്ക് എല്ലാ കോളേജും അറിയാം. അത് സെന്റ് കോളേജിന്റെ പേരാ? സെന്റ് സെന്റ് ബാക്കി ബാക്കി സെന്റ് സെന്റ് വീണ്ടും സെന്റാ? സെന്റല്ല, അപ്പർ. സെന്റ് ആൻഡ്രൂസ് കോളേജ്. സെന്റ് ആൻഡ്രൂസ്. എഴുതി കൈ തീർന്നല്ല. സെന്റ് ആൻഡ്രൂസാ? അതേത് കോളേജ്? അതാണ് ഞാൻ പറഞ്ഞത് അങ്കിൾ, നിങ്ങൾക്ക് ആർക്കും അറിയാൻ വഴിയില്ലാന്ന്. കോളേജ് ഏതാണെങ്കിലും പഠിക്കാൻ പോയാൽ മതിയല്ല, അത് മതി മോളെ. പിന്നെ മോളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എനിക്കിപ്പോ ഒന്ന് തരണേ. ഫോൺ നമ്പരാ +91. എനിക്കും കൂടെ തരണേ. തരൂല. ഇപ്പൊ കാണിച്ചുതരാം. മോളെ നമ്പർ ഒന്നും വേണ്ട, അത് മനുഷ്യൻ എന്റെ ഉണ്ടോ കൊച്ചിന്റെ നമ്പർ. മോളെ ആര് ചോദിച്ചാലും നമ്പർ ഒന്നും കൊടുക്കല്ലേ. എല്ലാം ശിഥിലമാക്കി. അപ്പോ ശരി, ഞാൻ പോകുന്നു. ഞങ്ങളും പോകുന്നു. ഒലിപ്പിച്ച് പോവേണ്. ടാടാ ഇങ്ങോട്ട് വന്നാണ്. അവിടെ പോയി എന്തരച്ച പെട്ടെന്ന് പറ. നാണോ ഇല്ലടാ പെണ്ണിന്റെ പിറകെ ഇങ്ങനെ നടക്കാൻ? ഇല്ല, അതുകൊണ്ടല്ലേ നടക്കണ. ഇന്നലെ രാത്രി നിങ്ങളെ ഈ മൂത്ത പുത്രനില്ലേ ആ കൊച്ചിന്റെ റൂമിലോട്ട് കയറി വന്നിരിക്കാണ്. ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. ഇതപ്പാ അത് പിന്നെ ലക്ഷ്മിക്കുട്ടി ഉറങ്ങിയെന്നറിയാൻ വേണ്ടി ഞാൻ പോയി നോക്കിയതാണ്. എന്നിട്ട് ഉറങ്ങിയായിരുന്നാ? ഇല്ല, അമ്മ എന്നെ ഉറക്കി. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീ ഇതാ ഈ ഇളയവനെ കണ്ടുപിടി. അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലേ. ഇങ്ങനെ ചെയ്യണമെങ്കിലും ബുദ്ധി വേണം, അത് അവനില്ല. വല്ലതും പറഞ്ഞ? അല്ല, അച്ഛന്റെ ബുദ്ധിയല്ലേ ഇവനെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുരുത്തക്കേടൊന്നും ഇവ ഒപ്പിക്കില്ല, നല്ലവനാണെന്ന് പറഞ്ഞതാണ്. ഹലോ ഹലോ ആന്റി, ഞാൻ ലക്ഷ്മിയാണ്. പറ മോളെ. ഞാനൊരു സർട്ടിഫിക്കറ്റ് വീട്ടിൽ വെച്ച് മറന്നുപോയി. അങ്കിളിനോട് അതൊന്ന് ബൈക്കിൽ ഈ ജംഗ്ഷൻ വരെ കൊണ്ടുവരാൻ പറയുമോ? ബൈക്കിൽ തന്നെ കൊണ്ടുവരേണ്ട കാര്യം എന്തര്? കാറിടക്കല്ലേ, കാറ് കൊണ്ടുവരാം. അത് ബൈക്കാവുമ്പോ കുറച്ച് പെട്രോൾ അല്ലേ ആവും, അതാ പറഞ്ഞത്. അക്കാര്യം ഞാൻ ഓർത്തില്ല. ശരി മക്കളെ, നീ വെച്ച് ഞാൻ കൊടുത്തു വിടാം കേട്ടാ. ബൈക്കിന്റെ ബ്രേക്ക് വയർ ഊരിവിട്ടത് വെറുതെ ആവില്ല. രഘുദാസ് എന്ന അധ്യായം ഇവിടെ അവസാനിക്കും. അച്ഛന്തിന് പോണ? ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ഞമ്മളെ കൊണ്ടുപോയി കൊടുക്കാം. അത് ശരിയാവൂല. അതെന്താ ശരിയാവാത്ത? അല്ല അമ്മ, അച്ഛൻ ഒന്നാമത് വയ്യാത്ത അച്ഛൻ.
അച്ഛാ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാ അച്ഛൻ ഈ ഫയലെല്ലാം തൂക്കിപ്പറക്കി ബൈക്കിൽ കൊണ്ടിട്ട് 20-25 സ്പീഡിൽ പോയിട്ട് വരുമ്പം അവള് കോളേജും കഴിഞ്ഞ് ജനഗണനയും പാടി തിരിച്ചു വരും. പോയിന്റ്. മറിച്ച് ഞാനാണെങ്കിൽ ബൈക്കില് 100-110 പെട്ടെന്ന് കാര്യം കഴിയൂലേ? നിന്റെ കാര്യം തീരാതെ നോക്കിക്കോ. രണ്ടും കൂടെ പോണതൊക്കെ കൊള്ളാം. ഫയല് കൊണ്ട് കൊടുക്കുക, തിരിച്ചു വരിക. മനസ്സിലായില്ല? മനസ്സിലായി. ഫയല് കൊണ്ടു കൊടുക്കുക, ലക്ഷ്മിക്കുട്ടിയെ കെട്ടി തിരിച്ചു കൊണ്ടുവരിക. ഏ? എന്തരടാ ഇവിടെ താമസിക്കാമെന്ന ഒരു കൊച്ചല്ലേ, അതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയാനുള്ള? അച്ഛാ താക്കോലോടെ ഇരിക്കണ ബൈക്കിന്റെ ആ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. ഓക്കേ എടാ ഫൈല് എടുത്തിട്ട് വാ. ഹെൽമെറ്റ് ഒന്നും വേണ്ട, നമ്മൾ പറക്കാൻ പോവേലേ. എന്തോ നാവണ എന്തോ. അതെ മനുഷ്യ, കാവടിയുടെ കാര്യം ജലജ നീ എന്നെ അങ്ങ് കൊല്ല്, പ്രശ്നം തീരൂലേ? നടക്കൂല. നിങ്ങളെ ഞാൻ ഒറ്റ അടിയെ കൊല്ലൂല. എന്റെ കൂടെ ജീവിച്ച് ജീവിച്ച് ജീർണിച്ച് ജീർണിച്ചാൽ നിങ്ങൾ തീരൂ. പിടിച്ചിരുന്നോ? നീ എന്താ കലിപ്പന്റെ കാന്താരിയാ? ഗ്യാപ്പിട്ടിരിയടാ. എന്താ കയറി കുത്തണം? അതെന്റെ ബെൽറ്റ്. ആയത് നന്നായി. 3 3 2 1. ബോസ്, രഘുദാസ് മിസ്സായി. പകരം ആക്സിഡന്റിൽ പെട്ടത് അവന്റെ 2 പിത്തള മക്കളാണ്. Andrea, I don't want to hear any excuses. ബോസിന്റെ ബാസ ശബ്ദം കാരണം ഒന്നും വ്യക്തമായില്ല. എനിക്കൊന്നും കേൾക്കണ്ട ആൻഡ്രിയ. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ രഘുദാസ് മരിച്ചിരിക്കണം. That's what I want to hear from you. യെസ് ബോസ്. അവന്റെ 100-110 വർത്താനം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഇതിങ്ങനെ ആവോളൂന്ന്. ഇത് എന്റെ ലുക്ക് കളയാൻ വേണ്ടി ഇവൻ മനഃപൂർവ്വം കൊണ്ട് തള്ളിയിട്ടേണ്. ഉള്ളത് പറയാല, നിന്റെ മുഖം അറിഞ്ഞപ്പോഴാണ് നീ കുറച്ചുകൂടെ ലുക്കായത്. അമ്മ ഇതെങ്ങനെ വീണ? എന്തിനു സംഭവിച്ച? ബ്രേക്ക് കിട്ടിയില്ല അച്ഛാ. ഞാൻ നോക്കിയപ്പോഴേ ബ്രേക്ക് വയർക്ക് ഊരിക്കിടക്കണം. ബ്രേക്ക് ഊരിയ? അതെങ്ങനെയാ? രണ്ടെണ്ണം കൂടെ കപ്പടിച്ച സ്ഥിതിക്ക് ലക്ഷ്മിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കാണൂലായിരിക്കുമല്ലേ? പിന്നെ കൊണ്ട് കൊടുക്കാതിരിക്കോ? രക്തം വാഴ്ന്നു നോക്കിക്കൊണ്ടിരുന്ന ഇവന് ഞാൻ റോഡിന്റെ സൈഡിലാക്കിയിട്ടേ നേരെ ഫയല് കൊണ്ടു കൊടുത്തു. എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോയ രണ്ടുപേരും കൂടെ. ഇനി ഞാൻ ഈ മുഖം വെച്ച് എങ്ങനെ ലക്ഷ്മിക്കുട്ടിയെ നോക്കും? നീ വിഷമിക്കണ്ട, നിനക്കും കൂടി ഞാൻ നോക്കിക്കോളാം. മര്യാദക്ക് ആ ഹെൽമെറ്റ് വെച്ചോണ്ട് പോയാ പോരായിരുന്നാ? അച്ഛാ ഈ കള്ള നാരങ്ങ മിഠായി കഴിക്കണവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അവന്റെ എയർ ഇന്ത്യ. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും നമ്മൾ പറന്നില്ലേടാ. പറന്ന് എന്തൊരോ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ മരിച്ചെന്റെ ആത്മാവ് പറന്നു പോയേടാ. എന്നാല് ബൈക്കിന്റെ ബ്രേക്ക് ഇങ്ങനെ ഊരിയ? ഞാൻ പറഞ്ഞില്ല ദുസ്വപ്നം കണ്ടെന്ന്. നിങ്ങളെ കാവടി എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ. ജലജ ഞാൻ ഒരു കുത്തു വെച്ചേരേ. കുട്ടി നമ്മുടെ മുഖം കണ്ടിട്ട് ലുക്ക് പോയെന്ന് കരുതണ്ട. വീട് വിറ്റിട്ടാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതാണ്. പ്ലാസ്റ്റിക് സർജറി ചെയ്യണേനൊക്കെ ഒരു പരിധി ഉണ്ട്. നിന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷെ ലുക്ക് പോയത് നിന്റെ അടുത്താണ്. മഴയെങ്കി മഴ, വെയിലെങ്കി വെയില്. ജലജ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്താണ്. ഇപ്പൊ കൊണ്ടുവരാ വെള്ളം. എടുത്ത് കുടിക്കാനില്ല. ആന്റി, അങ്കിളിന് ഞാൻ എടുത്തു കൊടുക്കാൻ വെള്ളം. ഓക്കെ, യു ക്യാരി ഓൺ. എനിക്ക് റെസ്റ്റ് ആയി. എങ്ങനെയുണ്ടാ? വേദനയൊക്കെ കുറവുണ്ടാ? തീരെ വയ്യ അച്ഛാ. നമ്മളെ മുറിവ് കെട്ടി തന്ന ഹോസ്പിറ്റലിലെ 2 ദിവസം അഡ്മിറ്റായി കിടക്കണം. അവിടെ അഡ്മിറ്റ് ആവാൻ പോണ എന്തെന്നറിയാമോ? അവിടെ കാണാൻ കൊള്ളാവുന്ന 2 നഴ്സുമാരെ അവൻ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ പറയിപ്പിക്കാനായിട്ട് എന്റെ മക്കളായി പോയലടാ നീക്ക. അല്ലാതെ നാട്ടുകാരെ മക്കളാവാൻ പറ്റൂലല്ലോ. ജലജ വെള്ളം കിട്ടിയില്ല. രഘുദാസിന്റെ അന്ത്യം ഈ വെള്ളം കുടിച്ചിട്ടായിരിക്കും. ഇതാരും ലക്ഷ്മിയാ വെള്ളം കൊണ്ടുവരണ? എടാ BMW എടുക്കാന്നല്ലേ പറഞ്ഞത്? ഇന്നലെ രാത്രി നീ ഔഡി എടുക്കാന്നല്ലേ പറഞ്ഞ? ശരിയാണ്. എന്നാ പോർഷെ 911 എടുത്തിട്ട് നമുക്ക് ഔഡി എടുക്കാം. കോടികൾ കുറെ ചിലവാകും. താങ്കൾ വെള്ളം. താങ്ക് യു മോളെ. വെറും മോളല്ല അച്ഛാ, അച്ഛന്റെ ഭാവി മരുമോൾ. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കൂലടാ പട്ടി. എന്ത് ശരിയോ?
ഇതിപ്പോ ഇവിടെ നിന്ന് ചുമ ദാ ഈ വെള്ളം കുടി. അവള് തന്നല്ലേടാ, കുറച്ച് നീ കൂടെ താടാ. തരൂലടാ, മൊത്തം ഞാൻ തന്നെ കുടിക്കും. ബാക്കി എടുത്ത്. താങ്ക് യു അച്ഛാ, താങ്ക് യു ലക്ഷ്മിക്കുട്ടി. സമാധാനമായിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കൂല. കിണറ്റിലും പോയി ചാടാ. അയ്യോ എന്റെ വയറേ, എന്നെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ, ഞാനിപ്പോ ചാവേ. പെട്ടെന്ന് വിട്ടാണ് അങ്ങോട്ട്. പെട്ടെന്ന് തന്നെ പോണത്. നിനക്കെങ്ങനെടാ പെട്ടെന്ന് ഇങ്ങനെ വയറുവേദന വന്നാ? മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കൂല. ഓ, ഇനി എനിക്ക് വയറുവേദന വന്ന കഥന്റെ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ അടക്കം പറഞ്ഞു തരാം. അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ കൊണ്ടുപോയാൽ എന്നെ ഒന്ന് കൊണ്ടുപോവാ. അയ്യാ, വെറുതെ എല്ലാ തെണ്ടിക്ക് വയറുവേദന ഒന്ന് പോയണം. സത്യം പറ, നീ എന്തൊരു വാരി കഴിച്ചാ? ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല. ലക്ഷ്മിക്കുട്ടി കൊണ്ടുവന്ന വെള്ളം മാത്രമേ കുടിച്ചോളൂ. ആരെങ്കിലും ആംബുലൻസിന്റെ ശബ്ദം ഒന്നിടോ. ഓ ഇപ്പൊ ഇടാം. ചാവാൻ നേരത്ത് പോലും അവനെവിടെ? അവളും അവന് വീട്ടിൽ തന്നെ ഉണ്ട്. അയ്യോ, എന്റെ വയറുവേദന കൂടിയേ. ലക്ഷ്മിക്കുട്ടി എന്തെങ്കിലും പറയൂ. അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് വല്ലതും മിണ്ടി പറഞ്ഞിരിക്കാം. വല്ലതും പറയൂ. പോടാ പട്ടി. ശേ, ലക്ഷ്മിക്കുട്ടി നല്ല മൂഡിലല്ല. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ, അപ്പൊ കല്യാണത്തിന് ശേഷം ലക്ഷ്മിക്കുട്ടി അല്ലെങ്കിൽ വേണ്ട. മുഖത്തിന്റെ ഷേപ്പ് ഇപ്പോഴേ മാറിയിരിക്കുകയാണ്. ബോസ്, എന്നെ ഒന്നും പറയരുത്. രഘുദാസ് വീണ്ടും മിസ്സായി. ഇപ്രാവശ്യം കിണിയിൽ വീണത് അവന്റെ ഇളയ മകനാണ്. ഇനിയൊരു പരീക്ഷണം വേണ്ട. അവനെ നീ അങ്ങ് നേരിട്ട് തീർത്തേക്ക്. Bring his head to me, Andrea. യെസ് ബോസ്. ഞാൻ എല്ലാം കേട്ട്. അച്ഛനായിരുന്നല്ലേ ഫോണില്? ലക്ഷ്മിക്കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് ഉടക്കിയിരിക്കുകയായിരുന്നല്ലേ? ആ ദേശത്തിലാണ് എന്നെ പോടാ പട്ടി എന്ന് വിളിച്ച. അതെ അതെ, ഫോണിൽ കൂടെ ബ്രിങ് ഹിസ് ഹെഡ് എന്നൊക്കെ പറയാനായിട്ട്. ആരാ ഹെഡ്? അത് പിന്നെ എനിക്കെല്ലാം മനസ്സിലായി. അച്ഛന് ആട്ടിന്റെ ഹെഡ് വേണമെന്നല്ലേ പറഞ്ഞത്, സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ. അതെ, അച്ഛന് ഗോട്ടിന്റെ ഹെഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് കിട്ടിയാ? കിട്ടി, ഗോട്ടിന്റെ ഹെഡ് തന്നെ കിട്ടി. ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയാ നടന്നേ? റേക്കൂരി വിട്ട് ചെറുക്കന്മാരും മറിഞ്ഞടിച്ച് വീണ്. ഒരുത്തന് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി. ഒരു പിടിയില്ല. ഇതൊരു വാട്സപ്പിൽ വീഡിയോ അയച്ചേക്കണം. അങ്കിൾ, അങ്കിൾ എന്നെ രക്ഷിക്കണം. എന്നെ ഇവിടെ കുറെ പേര് പിടിച്ചു വെച്ചേക്കണ്. അങ്കിൾ വന്നാലേ വിട്ടേക്കുള്ളൂ എന്നാണ് പറയണ. ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. മോളെ, എന്ത്? എന്റെ ലക്ഷ്മിക്കുട്ടിക്ക് ആപത്തെന്നാ? സമ്മതിക്കില്ല ഞാൻ. ഞാൻ രസിക്കും. അങ്കിൾ, അങ്കിൾ, മോളെ, മോളെ വല്ലതും പറ്റിയാ? ഇല്ല, ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ആരാ അവിടെ ഉള്ള? ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. ടാ അല്ല, ടീ. ഇവരെന്താ ഈ കുറ്റിക്കാട്ടില്? പറയടാ, നീ എന്തിനു കണ്ട? അമ്മ, അച്ഛൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. അങ്ങേർക്ക് വേറെ പെമ്പറോത്തിയും മക്കളെ കൊണ്ടാ? അതല്ല അമ്മ, ഒന്ന് തെളിച്ച് പറയടാ. അത് മോളെ ലക്ഷ്മി. ലക്ഷ്മി അല്ല, ആൻഡ്രിയ. ആൻഡ്രൂസിന്റെ വലങ്കയാണ് രഘുദാസ്. നിന്നെ തീർക്കാൻ നിന്റെ വീട്ടിൽ തന്നെ വാടകയ്ക്ക് വന്നതാണ് ഞാൻ. ബൈക്കിന്റെ ബ്രേക്ക് ഊരി വിട്ടതും
വെള്ളത്തിൽ വിഷം ചേർത്തതും എല്ലാം ഞാൻ തന്നെ. പക്ഷെ അതിൽ നിന്നെല്ലാം നീ രക്ഷപ്പെട്ടു. ഇവിടെ നിന്ന് നീ രക്ഷപ്പെടില്ല രഘുദാസ്. കൊള്ളാം മോളെ കൊള്ളാം. ബ്രേക്കൂരി വിട്ടതും വിഷം കലർത്തിയതും പിന്നെ നിന്റെ കിഡ്നാപ്പിന്റെ വീഡിയോ വാട്സപ്പിൽ എനിക്ക് അയച്ചെന്നപ്പോ നീ തന്നെ ലൊക്കേഷൻ അയച്ചതും കൊള്ളാം. ലൊക്കേഷൻ അങ്കിൾ വന്നാലേ വിട്ടേക്കുള്ളൂ എന്നാണ് പറയണ. ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. നീ ഏതായാലും എന്നെ തീർക്കാൻ വന്നതല്ലേ, തീർക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തീർക്ക്. വാടി. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing sold out shows for 1,000 faces. Hey, give me that crown, getting my way in to be put down. It ain't your place, no, this my town. If I want that shit, then I'll get it right now. I'm losing it, the news it fits. I'm losing shit, it's stupid. If you choose to live or choose to dip, you choose to fight or lose your grip and lose a gift. Oh, yeah. There's no mercy in this world, just hunger thirsty persons in different versions, each new update that shit worsens. Why? Pull back the curtain and you'll see the different vermin. We all have different burdens that all seem to cause disturbance. Yo, do me a favor, don't treat me like a neighbor. Don't need the different flavors of your problems just to savor. I've got my own issues, I need a comb to get through. Don't need to groan with you, just go get your own tissue. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. Hello, Andrea. ഏതാണ്ട്രിയ എന്താണ്ട്രിയ? ആണ്ട്രിയൊക്കെ എപ്പോഴേ തീർന്ന്. രഘുദാസ്. അതേടാ, എന്നെ തീർക്കാൻ നീ അയച്ച ആളെ ഞാൻ തീർത്ത് പെട്ടിയിലാക്കി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവക്ക് വേണ്ടി ഒരു 6 അടി മണ്ണ് കരുതിക്കോ നീ. രഘുദാസ്, നിന്നെ തേടി ഞാൻ വരും. വേണ്ട, നീ എന്നെ തേടി വരണ്ട, നിന്നെ തേടി ഞാൻ വന്നോളാം. കപ്പലണ്ടി കപ്പലണ്ടി, തോടില്ല ചെപ്പണ്ടി, സബ് ലോഗ് ആവോ. സേ മൈ നെയിം, ദാസ്, രഘുദാസ്.